വെൽക്കം സോങ്ങിന് വേണ്ടി കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്നു. మురళాలించెను తన మహాదయను నను గణించెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. అహర్నిశలది గ్రహించి మనిపెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. నీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులో యెహోవా నా మురళాలించెను తన మహాదయను
ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സോളോയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അനുഗ്രഹ മറിയം കുര്യൻ. ആരു പറഞ്ഞാലും ഞാനേകയാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആരു പറഞ്ഞാലും ഞാനേകയാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആഴിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. പെറ്റമ്മ പോലും കാണാത്തവൻ കാട്ടിൽ ഏകയായി ഞാൻ തളർന്നിടുമ്പോൾ, പെറ്റമ്മ പോലും കാണാത്തവൻ കാട്ടിൽ ഏകയായി ഞാൻ തളർന്നിടുമ്പോൾ, സ്വർഗം തുറന്നു നീ ദൂതഗണങ്ങളാൽ കണ്ണുനീർ തുടപ്പാൻ വന്നിരുന്നില്ലെങ്കിൽ ക്ഷീണിതനായി തളർന്നു പോയേനെ ഞാൻ, ക്ഷീണിതനായി വാടി വീണേനെ. ആരു പറഞ്ഞാലും ഞാനേകയാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആരു പറഞ്ഞാലും ഞാനേകയാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആഴിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തളർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. നിന്നിച്ചു തള്ളിയ പൊട്ടക്കിണറ്റിലും വാഗ്ദത്തം തന്നവനെൻ തലയ്ക്കുമീതേ, നിന്നിച്ചു തള്ളിയ പൊട്ടക്കിണറ്റിലും വാഗ്ദത്തം തന്നവനെൻ തലയ്ക്കുമീതേ, മറ്റാരും കാണാത്ത മാന്യത നൽകുവാൻ കാരാഗ്രഹത്തിലും നീ വന്നിരുന്നില്ലെങ്കിൽ ലജ്ജിതനായി തകർന്നു പോയേനെ ഞാൻ, ലജ്ജിതനായി വാടി വീണേനെ. ആരു പറഞ്ഞാലും ഞാനേകയാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആരു പറഞ്ഞാലും ഞാനേകയാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആഴിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തളർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. ബൈബിൾ വേഴ്സസ് ആണ് ആൽബിൻ മാത്യു. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 19.
ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തിനെ വർണ്ണിക്കുന്നു. ആകാശയുദ്ധ തന്നെ കൈവേൽ പ്രസിദ്ധാക്കുന്നു. പകലിന് വാക്കു അഴിക്കുന്നു, രാത്രി കറുകൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പല്ല. ഭൂമിയുടെ എല്ലായിടും എൻ്റെ അളമെന്നൊരു ഭൂതലിൻ്റെ അറ്റത്തോളം എൻ്റെ വൈദ്യനം തിന്നു. അവിടെ അവർ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു, മണവറയും പുറപ്പെടുന്ന മണവാളിൻ തുല്യം. വീഞ്ഞെ പോലെ നേരം ഓട്ടോറെ സന്തോഷിക്കുന്നു. ആകാശനകത്ത് എൻ്റെ ഉദയവും അർജി വരെ എൻ്റെ അയനമാകുന്നു. അതിൻ്റെ ഇഷ്ടം മറിഞ്ഞിരിക്കൊന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികയുള്ളത് പ്രാണത്തർപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസമായവ അത്ഭുതിച്ചാനേകുന്നു. എവിടെ ആനന്ദം നേരിടുള്ളവ ഹൃദയത്തെ സന്തോഷിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ അട്ടൊഴിയ നീരുള്ളവന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിൽ ആകരിക്കത്തൊക്കെ, തേനിലും തേങ്കാറ്റയിലും മധുരമുള്ളവ. അടിയനെ അവയെ പ്രലോഭിപ്പിക്കുന്നു. അവയെ പ്രമാണിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാർ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കാനെങ്കിൽ അടിയനെ മോചിപ്പിക്കണമേ. സൗമ്യഭാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവൻ്റെ മേൽ വാരരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കലും മഹാപാതകരുതനെ വരിക. എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രസാദമായിരിക്കട്ടെ. ആമേൻ. അടുത്തത് ഒരു ഭാവനയാണ്. നിജി. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഭാവനയുടെ പേര് ദൂതന്മാരെ ആകർഷിച്ച ആരാധന. സ്വർഗദൂതന്മാരുടെ ആഗ്രഹമായിരുന്നു ഭൂമിയിലെ ഒരു വിശുദ്ധ സഭായോഗം ഒന്ന് ലൈവായി കാണണമെന്ന്. അവസരം ഒത്തുവന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ത്യയിലെ ആരാധനയാണ് അവർ തിരഞ്ഞെടുത്തത്. അങ്ങ് കാശ്മീരിൻ്റെ അറ്റത്ത് നിന്ന് ആരംഭിച്ച ദൂതന്മാരുടെ വീക്ഷണം ഓരോ സംസ്ഥാനങ്ങളും പിന്നിട്ട് വന്ന ദൂതന്മാർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. പല രീതിയിൽ വാദ്യോപകരണങ്ങളുടെ മാധുര്യമേറിയ ശബ്ദത്തോടെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട ദൂതന്മാർക്ക് തങ്ങളുടെ സ്വർഗത്തിലെ ആരാധന അത്ര പോരാ എന്ന തോന്നലുളവാക്കി. ഇതൊക്കെയാണെങ്കിലും ദൂതന്മാർക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന അഭിമാനം കൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ആരാധനയായിരുന്നു. കേരളത്തിലെ നിരവധി ആരാധനാലയങ്ങളിലെ ആരാധന വീക്ഷിച്ചെങ്കിലും പട്ടണത്തിനടുത്തുള്ള വലിയ സഭാ ഹാളിൽ നിന്നുയർന്ന ആരാധന അവരുടെ ശ്രദ്ധ ആകർഷിച്ചു. ഹാളിനകത്തേക്ക് നോക്കിയ ദൂതന്മാർ അത്ഭുതരായി. പരസ്പരം നോക്കി ശുഭ്രവസ്ത്രധാരികളായ മനുഷ്യരുടെ മുന്നിൽ തങ്ങൾ അല്പം പിന്നിലായോ എന്ന ചിന്ത ഉയർന്നു. പാട്ടുപാടിയുള്ള ദൈവജനത്തിൻ്റെ ആരാധന അവരെ രോമാഞ്ചപുളകിതരാക്കി. ദൂതന്മാരിൽ ചിലർ അവരെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, മനുഷ്യരിൽ പലരുടെയും ആരാധന ജീവൻ ഉള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവന് തുല്യമായതുപോലെയാണെന്ന്. പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണെന്ന് ദൂതന്മാർ തിരിച്ചറിഞ്ഞു. വന്നില്ലെങ്കിൽ എന്ത് കരുതുമെന്ന് ചിന്തിച്ചു വന്നവരും മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ വന്ന പിള്ളേരും സൺഡേ അല്ലേ പള്ളിയിൽ പോകണ്ടേ എന്ന ചിന്തയിൽ വന്നവരുമായിരുന്നു അവരിൽ പലരും. ദൈവസന്നിധിയിൽ ഉറക്കം തൂങ്ങുന്നവരെയും മൊബൈലിൽ എന്തൊക്കെയോ പരതുന്നവരെയും ഒക്കെ അവിടെ കണ്ടു. സ്റ്റേജിൽ നിന്ന് അത്യുച്ചത്തിൽ വചന പ്രഘോഷണം നടത്തുന്ന പാസ്റ്ററിൻ്റെ വാക്കുകളിൽ ഹോളിനുള്ളിലെ AC തണുപ്പിൽ മരവിച്ചു പോയ പോലെ. വചനം ഏറ്റെടുക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഇന്നത്തെ ആരാധന 1 മണിക്കൂർ മുൻപ് ആശീർവാദം പറയുമെന്ന സെക്രട്ടറിയുടെ അനൗൺസ്മെൻറ്റ് പിള്ളേർ സെറ്റിന് സന്തോഷം നൽകുന്നതായിരുന്നു. ആരാധനയ്ക്കു ശേഷം ജനറൽ ബോഡി മീറ്റിംഗ് അനന്തരം ഉച്ചഭക്ഷണവും അന്നത്തെ ആരാധനയുടെ പ്രത്യേകതയായിരുന്നു. അവിടെ നടന്ന ജനറൽ ബോഡിയിൽ പൊരിഞ്ഞ അടിയുമൊക്കെ ആദ്യമായി കണ്ട ദൂതന്മാർ ഭയപരവശരായി. ഭക്ഷണം കഴിക്കാതെ പിണങ്ങിപ്പോയ ഒരു കൂട്ടം, അങ്ങും ഇങ്ങും കൂടെ നിന്ന് സംസാരിക്കുന്ന മറ്റു ചിലർ. ഇങ്ങനെയാണോ ഇവരുടെ ആരാധനയുടെ പര്യവസാനം? വെള്ള ധരിക്കുന്നതിൽ മാത്രമേ ഇവർക്ക് ഐക്യതയുള്ളോ? ദൂതന്മാരിൽ ഒരാൾ ചോദിച്ചു. അതിനു മറുപടി നൽകിയത് കർത്താവായിരുന്നു. ഇതൊക്കെ വളരെ ചെറുത് മാത്രമാണ് എൻ്റെ ദൂതന്മാരെ. ഒരു കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിരുന്ന ഇവരുടെ പിതാക്കന്മാർ പരസ്പര സ്നേഹവും ദയയുമുള്ളവരായി അന്യോന്യം ക്ഷമിക്കുന്നവരും നിത്യതയെ നോക്കി പാർക്കുന്നവരുമായിരുന്നു. ഇന്നിപ്പോൾ ലോകവും ലോകത്തിലുള്ളതും മതി എന്ന ചിന്താഗതിയാണ്. നിത്യതയെപ്പറ്റി ഇക്കൂട്ടർ ഓർക്കുന്നത് പോലുമില്ല. അയ്യോ, ഇവരെ പോലുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരുക്കങ്ങളാണോ കർത്താവെ ഇവിടെ നടക്കുന്നേ? ഇവർ ഇവിടെ എത്തിയാൽ ഇവിടുത്തെ സ്ഥിതി എന്താകും? ദൂതന്മാർ ആശങ്ക പ്രകടിപ്പിച്ചു. അതിന് ഇവരൊക്കെ സ്വർഗത്തിൽ എത്തുമെന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അവർക്കേ ഇങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ഞാൻ. കർത്താവിൻ്റെ മറുപടി ദൂതന്മാർക്ക് ആശ്വാസമേകി. യേശുവിൻ്റെ നാമവും വഹിച്ച് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ പരിണത ഫലമോർത്ത് ദൂതന്മാർ നെടുവീർപ്പിട്ടു. ഭൂമിയിലേക്ക് നോക്കി മനുഷ്യരോടായി
ദൂതന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞു, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ആ ഏഞ്ചലിൻ്റെ ആക്ഷൻ സോങ് ഉണ്ട്. ദൈവസഹായികൾ. राजाओं का राजा कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह। यीशु है उसका नाम, यीशु है उसका नाम। तू करो जय जयकार, तू करो जय जयकार, तू करो जय जयकार, तू करो जय जयकार। कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह। यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार। पानी पे चलता है, भीड़ को खिलाता है, पानी पे चलता है, भीड़ को खिलाता है। शैतान डरता है यीशु के नाम से, शैतान डरता है यीशु के नाम से। कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह। यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार। क्रूस को उठाया है, मौत को हराया है, क्रूस को उठाया है, मौत को हराया है। अनुग्रह से उसके हमने उद्धार पाया है, अनुग्रह से उसके हमने उद्धार पाया है। कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह। यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय അടുത്തത് ഒരു സോങ് ആണ്, സോളോ സോങ് ആണ്. എപ്സിബ സൂസൻ ബിനു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, 139:7, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധിയെ വിട്ട് ഞാൻ എവിടേക്ക് ഓടും. അതുപോലെ തന്നെ റോമർ 8:35 പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഈ വാക്യങ്ങളെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ അഭിഷിക്തൻ എഴുതിയ ഒരു പാട്ടിൻ്റെ വരികൾ ഇവിടെ പാടാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എന്നോകം മൃദുവെന്ന് പറഞ്ഞരികെ വിളിച്ചു,
അലയുമെന്നാത്മാവൻ ആശ്വാസം നീ. എന്നുകം മൃദുവെന്ന് പറഞ്ഞരികെ വിളിച്ചു. അലയുമെന്നാത്മാവൻ ആശ്വാസം നീകി. അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ ഏറ്റു. എന്നാവു വരണ്ടപ്പോൾ നിത്യമാമുറവ നൽകി. അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ ഏറ്റു. എന്നാവു വരണ്ടപ്പോൾ നിത്യമാമുറവ നൽകി. നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ. ഉയരമോ ആഴമോ വേർപിരിപ്പാനാകുമോ. നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ. ഉയരമോ ആഴമോ വേർപിരിപ്പാനാവുമോ. മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീങ്ങിനാലേ എന്നെ നീ സ്വന്തമാക്കി. മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീങ്ങിനാലേ എന്നെ നീ സ്വന്തമാക്കി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ്റെ താതൻ. ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്തിനാൽ കരം മുറുകെ പിടിച്ചു. ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പിടിച്ചു. ഓ ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്താലൻ
കരം മുറുകെ പിടിച്ചു. ഒരു പ്രസംഗമാണ് കൃപായസ് കുര്യൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിരിക്കുന്ന പാസ്റ്റർ, ശേഷമോട് കൂടി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം നാവ് ഒരു അഗ്നി എന്നുള്ളതാണ്. അതിനാധാരമായ ഒരു വാക്യം വായിച്ചോളാം. യാക്കോബ് 3:8. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. പ്രിയരെ, ബൈബിൾ നാവിനെക്കുറിച്ച് പറയുകയാണ്, അതൊരു വിഷമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തൻ്റെ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ തൻ്റെ ശരീരം മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്ന മനുഷ്യനോട് തുല്യൻ. ഒരു കുതിരയെ ഒരു കടിഞ്ഞാണിൽ ആ മനുഷ്യൻ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കപ്പലിനെ കപ്പിത്താൻ തിരിക്കുന്നത് പോലെ മനുഷ്യൻ തൻ്റെ നാവിനെ ബുദ്ധിയോടെ സൂക്ഷിച്ചാൽ, ബൈബിൾ പറയുന്നു, ഒരു ഉറവയിൽ നിന്ന് സ്തോത്രവും ശാപവും എങ്ങനെ പുറപ്പെടും? പ്രിയരെ, ഒരു ഉറവയിൽ നിന്ന് മധുരവും കയ്പും എങ്ങനെ പുറപ്പെടും? അഭിഷേകം പ്രാപിച്ച, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം വായിക്കുന്ന, ദൈവവചനം ചിന്തിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ അതിരത്തിൽ നിന്നും 2 എണ്ണം എങ്ങനെ പുറപ്പെടും? ഒരിക്കലും സാധ്യതയില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, നിന്റെ വായിൽ നിന്ന് ശാപത്തിൻ്റെ ഒരു വാക്ക് വീണാൽ, നിന്റെ നാവിൽ നിന്നും ദൈവഹിതമില്ലാത്തൊരു പദം പുറത്തു വന്നാൽ, നാം ചിന്തിക്കണം നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം ഏതാണെന്ന്. എന്തെങ്കിലും ഒന്ന് കേട്ട് അത് മറ്റുള്ളവർക്ക് ചെവിയിലോതി യേശുവിന് പറയുവാനുള്ളതല്ല നിന്റെ നാക്ക്. മടങ്ങി വരേണ്ട മണ്ഡലങ്ങൾക്കകത്ത് മടങ്ങി വരാൻ, ഒന്നുകൂടി പറഞ്ഞാൽ, നാവ് ഒരു തീയാണ് എന്ന് ബൈബിൾ പറയുന്നു. അതൊരു കാട് കത്തിക്കും. ആയതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ, അഭിഷേകം വീണ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ ആനിമാമയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് സോങ്ങാ. സഹോദരിമാരുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് സോങ്ങിന് വന്നാട്ട്. ഞാൻ കണ്ട സ്നേഹമെല്ലാം മാറിപ്പോകുന്നതാ, ഈ ലോകത്തിൽ ഞാൻ കേട്ട ശബ്ദമെല്ലാം നീങ്ങിപ്പോകുന്നതാ, ഈ ലോകത്തിൽ ഞാൻ കണ്ട സ്നേഹമെല്ലാം മാറിപ്പോകുന്നതാ, ഈ ലോകത്തിൽ ഞാൻ കേട്ട ശബ്ദമെല്ലാം നീങ്ങിപ്പോകുന്നതാ. മാറാത്ത സ്നേഹം ഞാൻ അനുഭവിച്ചു, യേശുവിൻ്റെ സ്നേഹമാ, നീങ്ങിപ്പോകാത്ത വാക്കു ഞാൻ കേട്ടു, യേശുവിൻ്റെ വാക്കുകൾ. ഈ ലോകത്തിൽ ഞാൻ കണ്ട സ്നേഹമെല്ലാം മാറിപ്പോകുന്നതാ, ഈ ലോകത്തിൽ ഞാൻ കേട്ട ശബ്ദമെല്ലാം നീങ്ങിപ്പോകുന്നതാ. പെറ്റമ്മയെക്കാളേറെ സ്നേഹിക്കുന്നു, നിവൃത്തിയാകാനുള്ളതരുളിടുന്നു. പെറ്റമ്മയെക്കാളേറെ സ്നേഹിക്കുന്നു, നിവൃത്തിയാകാനുള്ളതരുളിടുന്നു. പോസ്കു പറയില്ല, ദൈവം മറന്നു കളയുകില്ല, കഷ്ടനഷ്ടം വന്നാലും വിട്ടുമാറില്ല. പോസ്കു പറയില്ല, ദൈവം മറന്നു കളയുകില്ല, കഷ്ടനഷ്ടം വന്നാലും വിട്ടുമാറില്ല. മാറാത്ത സ്നേഹം ഞാൻ അനുഭവിച്ചു, യേശുവിൻ്റെ സ്നേഹമാ, നീങ്ങിപ്പോകാത്ത വാക്കു ഞാൻ കേട്ടു, യേശുവിൻ്റെ വാക്കുകൾ. ഈ ലോകത്തിൽ ഞാൻ കണ്ട സ്നേഹമെല്ലാം മാറിപ്പോകുന്നതാ, ഈ ലോകത്തിൽ ഞാൻ കേട്ട ശബ്ദമെല്ലാം നീങ്ങിപ്പോകുന്നതാ. ജീവൻ തന്നെ യേശു സ്നേഹിച്ചതാ, ഇനിയുള്ള കാലം ഞാൻ അവനാകയാൽ. ജീവൻ തന്നെ യേശു സ്നേഹിച്ചതാ, ഇനിയുള്ള കാലം ഞാൻ അവനാ
നിന്നിടും ഞാൻ, സാക്ഷിയായി തീർന്നിടും. ജീവിതം കൊണ്ടെന്നും ഞാൻ നന്ദി കരറ്റും. വിശ്വസ്തനായി നിന്നിടും ഞാൻ, സാക്ഷിയായി തീർന്നിടും ഞാൻ. ജീവിതം കൊണ്ടെന്നും ഞാൻ നന്ദി കരറ്റും. മാറാത്ത സ്നേഹം ഞാൻ അനുഭവിച്ചു, യേശുവിൻ്റെ സ്നേഹമാ. നീങ്ങിപ്പോകാത്ത വാക്കു ഞാൻ കേട്ടു, യേശുവിൻ്റെ വാക്കുകൾ. ഈ ലോകത്തിൽ ഞാൻ കണ്ട സ്നേഹമെല്ലാം മാറിപ്പോകുന്നതാ. ഈ ലോകത്തിൽ ഞാൻ കേട്ട ശബ്ദമെല്ലാം നീങ്ങിപ്പോകുന്നതാ. ഈ ലോകത്തിൽ ഞാൻ കണ്ട സ്നേഹമെല്ലാം മാറിപ്പോകുന്നതാ. ഈ ലോകത്തിൽ ഞാൻ കേട്ട ശബ്ദമെല്ലാം നീങ്ങിപ്പോകുന്നതാ. തുടർന്ന് ഒരു ആക്ഷൻ സോങ് ആണ് ജുവാന സുജിത്ത്. യോബെന്നൊരു ഭക്തൻ നിഷ്കളങ്കമാന്യൻ, അവൻ നേരുള്ളവനാണ്. ഊസെന്നൊരു ദേശം, യോബെന്നൊരു ഭക്തൻ നിഷ്കളങ്കമാന്യൻ, അവൻ നേരുള്ളവനാണ്. ആടുകൾ 7000, ഒട്ടകം 3000, 500 കാള, 500 കഴുത. ആടുകൾ 7000, ഒട്ടകം 3000, 500 കാള, 500 കഴുത. 10 പേരുണ്ടേ മക്കൾ, 10 പേരുണ്ടേ, 10 പേരുണ്ടേ മക്കൾ, 10 പേരുണ്ടേ. സമ്പന്നനാണേ, 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 സമ്പന്നനാണേ. ദുഷ്ടനായൊരു സാത്താൻ അധികാരത്തോടെ വന്നു, ഒന്നൊന്നായി തകർത്തു. ഇയ്യോബ് സീറോയായി. ദുഷ്ടനായൊരു സാത്താൻ അധികാരത്തോടെ വന്നു, ഒന്നൊന്നായി തകർത്തു. ഇയ്യോബ് സീറോയായി. അവൻ ദൈവഭക്തി മുറുകെ പിടിച്ച് ധൈര്യമായി. അവൻ ദൈവഭക്തി മുറുകെ പിടിച്ചു ധൈര്യമായി. അവൻ ദൈവഭക്തി മുറുകെ പിടിച്ച് ധൈര്യമായി. അവൻ ദൈവഭക്തി മുറുകെ പിടിച്ചു ധൈര്യമായി. സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി, സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി, സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി, സമ്പന്നനാക്കി ദൈവം, സമ്പന്നനാക്കി. ലല്ലല്ലാലാ, 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 ലല്ലല്ലാലാ. ജുവാന വെറുതെ ആയിപ്പോയി. അവൻ കരുതി കൂട്ടിയിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. പരുവം പോലും കയറി കണ്ടോ, അവന് ഒരിതുമില്ലാതെ കുഞ്ഞ് മുഴുവൻ സ്കോർ ചെയ്തു. ഒന്നുകൂടെ ഒന്ന് കരങ്ങൾ അടിച്ചാട്ട്. ഏറ്റവും നല്ലതായിട്ട് കുഞ്ഞുങ്ങൾ പ്രോഗ്രാം ചെയ്തു. ആശംസ 1-2 പേര് തരുന്നുണ്ട്. ഇനി ആശംസ പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് പറയണം. അടുത്തത് ഇനിയും പ്രോഗ്രാം 1-2 പ്രോഗ്രാമേ ഉള്ളൂ.
കൊറിയോഗ്രഫിയാണ്. ഫെബി ആൻഡ് ടീമിൻ്റെ കൊറിയോഗ്രഫിക്ക് വേണ്ടി പ്രിയ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം ആശംസ, അതിനുശേഷം സമ്മാനദാനമാണ്. ദൈവം നമ്മളെ സഹായിക്കും. രാജാതിരാജൻ മഹിമയോടെ സിയോൻ മലയിൽ എഴുന്നള്ളാൻ. രാജാതിരാജൻ മഹിമയോടെ സിയോൻ മലയിൽ എഴുന്നള്ളാൻ. രാജാതിരാജൻ മഹിമയോടെ സിയോൻ മലയിൽ എഴുന്നള്ളാൻ. പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാതിരാജൻ മഹിമയോടെ സിയോൻ മലയിൽ എഴുന്നള്ളാൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാതിരാജൻ മഹിമയോടെ സിയോൻ